വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിൽ പുതിയ മാർഗനിർദ്ദേശവുമായി ഗതാഗത വകുപ്പ് രംഗത്ത് വന്നു. 8-ൽ കൂടുതൽ സീറ്റുകളുള്ള വാഹനങ്ങൾ ഉടമയും കുടുംബാംഗങ്ങളും മാത്രമേ ഉപയോഗിക്കാവൂ. സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി വാടകയ്ക്ക് നൽകുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും നിർദ്ദേശം വന്നു കഴിഞ്ഞു. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾക്കായി അടിയന്തര ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് സേഫ്റ്റി കമ്മീഷണർക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കത്തയച്ചു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരും. അജീഷ്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്കും സ്വാഗതം. പറയൂ. SKN ഈ ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ വാടകയ്ക്കെടുത്ത കാറുമായി പോയി അപകടത്തിൽപ്പെട്ട ഒരു സംഭവത്തിന് ശേഷമാണ് റെന്റ് കാർ ഈ ഒരു നിബന്ധന ഗതാഗത വകുപ്പ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതായത് ഈ 8-ൽ കൂടുതൽ സീറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾ അത് സ്വകാര്യ ആവശ്യത്തിനായി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിൽ ആ വാഹനത്തിൻ്റെ ഉടമയ്ക്കും ആ വാഹനത്തിൻ്റെ ഉടമയുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് പോലും കൊടുത്തു കഴിഞ്ഞാൽ അത് നിയമപരമായി തെറ്റാണെന്നാണ് ഗതാഗത വകുപ്പ് പറയുന്നത്. മാത്രമല്ല ഈ റെന്റ് ക്യാബ് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു കമ്പനി തുടങ്ങാൻ അപേക്ഷിക്കുമ്പോൾ 50-ൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടാവണം. അത് ഓൾ ഇന്ത്യ പെർമിറ്റ് അതിന് രജിസ്റ്റർ ചെയ്യുകയും വേണം. നേരത്തെ അത് 20 ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ബൈക്ക് റെൻറ്റിന് നൽകാൻ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ കുറഞ്ഞത് 5 ബൈക്കുകളെങ്കിലും ട്രാൻസ്പോർട്ട് വാഹനമായി രജിസ്റ്റർ ചെയ്യണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി വാടകയ്ക്ക് നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കർശന നടപടിയെടുക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. കൂടാതെയും മറ്റു ചില പരിഷ്കരണങ്ങൾ അത് നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തിലുണ്ടായിരുന്ന ചില പരിഷ്കരണങ്ങൾ കൂടി ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അപകടങ്ങൾ തുടർക്കഥയായ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ഒരു പരിശോധന തുടങ്ങിയിരുന്നു. സംസ്ഥാനത്തുടനീളം ബ്ലാക്ക് സ്പോട്ടുകളിൽ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പരിശോധന നടത്തുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് കൂടുതൽ പരിശോധന രംഗത്തെത്തിയത്. പക്ഷേ ഈ ഇന്ധനമടിക്കാനും ഇൻഷുറൻസ് പണമടയ്ക്കാനും ഒക്കെ പണത്തിന് ചിലവുണ്ട്. അതുകൊണ്ട് ഈ പണം അടയ്ക്കാൻ വേണ്ടി 30 ലക്ഷം രൂപ ഉടനടി അനുവദിക്കണമെന്നാണ് റോഡ് സേഫ്റ്റി കമ്മീഷണർക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അയച്ച കത്തിൽ പറയുന്നത്.